കടത്തനാട് ലേബർ സൊസൈറ്റി തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരൻ റിനീഷിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. റിനീഷ് ഒളിവിലാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഇയാൾക്കായി കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. കേസിൽ സൊസൈറ്റി പ്രസിഡന്റായിരുന്ന മുൻ കോൺഗ്രസ് നേതാവ് സുധീർ കുമാർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. വിവരങ്ങളുമായി സരീഷ് പി കെ ഉണ്ട് കോഴിക്കോട് നിന്നും. സരീഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ വൈകുന്നുവെന്നും എത്രയും പെട്ടെന്ന് ഈ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ഒക്കെയുള്ള വിവരങ്ങളുണ്ടായിരുന്നു, ആക്ഷേപങ്ങളുണ്ടായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കടത്തനാട് ലേബർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ 2.16 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് എന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ പോലും കൃത്യമായി ഏതെങ്കിലും പ്രതികളിലേക്ക് എത്തുന്നതിനോ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുന്നതിനോ സാധിച്ചിരുന്നില്ല. ആദ്യം കേരള പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. പിന്നീട് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ആ ക്രൈംബ്രാഞ്ചിന് കൈമാറി ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇതിൽ പ്രധാന പ്രതിയായ DCC മുൻ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മുൻ ഭരണസമിതി ചെയർമാൻ കൂടിയായ സുധീർ കുമാർ ഇന്നലെ അറസ്റ്റിലാവുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസിലെ പ്രധാന സൂത്രധാരൻ കൂടിയായ റിനീഷിനായി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി റിനീഷ് ഒളിവിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ റിനീഷിനെ കണ്ടെത്തുന്നതിനായി കോയമ്പത്തൂർ, സംസ്ഥാനത്തിന് പുറത്തുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ആ പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ റിനീഷിനായി ലുക്കൌട്ട് നോട്ടീസ് തന്നെ ക്രൈംബ്രാഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ അതിർത്തി കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ്. കാരണം സുധീർ കുമാറിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതോടെ കൂട്ടുപ്രതികൾ, അതായത് പ്രധാന സൂത്രധാരൻ എന്ന് പറയുന്നത് റിനീഷ് ഉൾപ്പെടെയുള്ളവരാണ്. അവരാണ് ഈ ബാങ്കിൽ രേഖകൾ ഉൾപ്പെടെ തിരിമറി നടത്തിയത് എന്നുള്ള സുപ്രധാനമായ മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും റിനീഷ് ഇത് പുറത്തറിയുകയും ഇതിലൂടെ രാജ്യം വിടാനോ അല്ലെങ്കിൽ അതിർത്തി കടക്കാനോ ഉള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിലുള്ള ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ, തമിഴ്നാട്, ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റിനീഷിനായുള്ള തിരച്ചിലും വ്യാപകമാക്കിയിട്ടുണ്ട്. കാരണം ചെന്നൈ കേന്ദ്രീകരിച്ച് റിനീഷ് നേരത്തെ, കോയമ്പത്തൂരും ചെന്നൈയും കേന്ദ്രീകരിച്ച് റിനീഷ് നേരത്തെ കച്ചവടം ഉൾപ്പെടെ നടത്തിയിരുന്നു. അവർക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഈ മേഖലയിലുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടന്നത്. എന്തായാലും 3 പ്രതികൾ, ഈ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തപ്പോൾ 3 പ്രതികളെയാണ് ഉണ്ടായിരുന്നത്. പ്രീന, ഒപ്പം തന്നെ സുധീർ ബാബു, ഒപ്പം റനീഷ്. ഈ റനീഷിനെ ആണ് ഇനി കണ്ടെത്താനുള്ളത്. പ്രധാന പ്രതി എന്ന രീതിയിൽ റനീഷിനെ കണ്ടെത്താനുണ്ട്. നേരത്തെ സുധീർ കുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയും ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി നാളെ വീണ്ടും ഈ സുധീർ കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. സുധീറിന്റെ കസ്റ്റഡി അപേക്ഷയും അതോടൊപ്പം തന്നെ ജാമ്യ ഹർജിയും നാളെ കോടതിയിൽ പരിഗണിക്കുന്നതിനിടയിലാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ശരി, സരീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. എന്തായാലും നിയമ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് കൂടി പുറത്തിറക്കിയിരിക്കുന്നത്.